അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. ഞാൻ കൂടുതൽ സമയം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരല്പസമയം. പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്തിൽ 4 നങ്കൂരമിട്ട് സ്തോത്രം നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നേരം വെളുക്കാൻ അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അടുത്തത്, എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്ത് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ്ലീഹയുടെ ആ കപ്പൽ യാത്രയിൽ ഞാൻ കഴിഞ്ഞ സെൽ മീറ്റിങ്ങിലും ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ തൊടാനിടയായിത്തീർന്നു. ഇത് എല്ലാവർക്കും ഒരു അനുഗ്രഹമാകേണ്ടതിനാണ് ഞാൻ വീണ്ടും ആ വാക്യം എടുത്തിട്ടുള്ളത്. 276 പേരടങ്ങുന്ന ഒരു കപ്പൽ യാത്ര. ആ കപ്പൽ യാത്രയിൽ അപ്പോസ്തലനായ പൗലോസ് അടക്കം ഉണ്ട്. ആ വാഗ്ദത്തം ലഭിച്ച പൗലോസ്, നമുക്കറിയാം 19-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ദാസനോട് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. എന്ന് വെച്ചാൽ മനസ്സിൽ താൻ ആഗ്രഹിച്ചു, എവിടെ? റോമിൽ ഒന്ന് പോകണം, റോമിൽ എത്തണം. താൻ മനസ്സിൽ നിശ്ചയിച്ചത്, താൻ വാ തുറന്ന് പറഞ്ഞു, ഞാൻ അവിടെ പോകും. എന്നാൽ എപ്പോഴാണോ പൗലോസ് മനസ്സിൽ റോമിലെത്തണം എന്ന് ആഗ്രഹിച്ച് പറഞ്ഞത്, അന്ന് നേരം വെളുത്തപ്പോൾ പൗലോസിനെ കൊല്ലേണ്ടതിന് ആളുകൾ ശപഥം ചെയ്ത് എഴുന്നേറ്റു. ഒന്നുകൂടി പറയാം, ഒരു രാത്രിയിൽ പൗലോസിനോട് ദൈവം പറയുന്നു, അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത നാളുകളിൽ നീ കൈസരുടെ മുമ്പാകെ എന്നെ സാക്ഷീകരിക്കും. അഥവാ നീ റോമിലെത്തും. റോമിൽ പോകുമെന്ന് രാത്രി ദൂത് പറഞ്ഞ് പൗലോസ് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ പൗലോസിനെ കൊന്നുകളയേണ്ടതിന് ഒരുപറ്റം ആളുകൾ ശപഥം ചെയ്യുന്നു. എന്തുകൊണ്ട്? എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പൗലോസിനടുക്കൽ ദൂത് പറഞ്ഞ ആ മാലാഖ ഒരിക്കലും പൗലോസിനെതിരെ നിൽക്കുന്നവരോട് പോയി പറഞ്ഞില്ല പൗലോസ് റോമിലെത്തുമെന്ന്. ആമേൻ. കാരണം മറിയുടെക്കൽ വന്നിട്ട് ദൈവത്തിൻ്റെ ദൂതൻ പറയാണ്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നീ ഒരു വിശുദ്ധ പ്രജയ്ക്ക് നീ ജന്മം കൊടുക്കും. ഈ ദൂത് പറഞ്ഞ ദൈവദൂതൻ നേരെ പോയത് ജോസഫിൻ്റെ അടുക്കലേക്കാണ്. ജോസഫിനോട് പറയുന്നു, ജോസഫെ, അവളെ ചേർത്തുകൊള്ളാൻ എന്ത് ചെയ്യണ്ട, ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് വിശുദ്ധ ആത്മാവിനാലാണ്. ഈ ദൂത് പറഞ്ഞ കേട്ട ആമേൻ ജോസഫ് അവൾ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. പക്ഷേ അക്കരെ എത്തിക്കുമെന്നും റോമിലെത്തിക്കുമെന്നും പറഞ്ഞ ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിനോട് ദൂത് പറഞ്ഞതിന് ശേഷം പൗലോസിനെ കൊല്ലാൻ നിൽക്കുന്നവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞില്ല പൗലോസ് യാത്രയാകുമെന്ന്. പക്ഷേ പൗലോസിന്റെ യാത്രയെ, പൗലോസിന്റെ വാഗ്ദത്തത്തെ ഇവർ മണത്തറിഞ്ഞു. എന്നിട്ട് പൗലോസിനെതിരെ കൊല്ലേണ്ടതിന് കരുക്കൾ നീക്കി. ആരംഭദൂത് ഞാൻ സഭയോട് പറയുന്നത്, വാഗ്ദത്തം ദൈവം നിനക്ക് തന്നാൽ ലോകത്തിൽ ഒരു മനുഷ്യനും ഇത് അറിഞ്ഞില്ലെങ്കിലും വാഗ്ദത്തം കിട്ടിയവനെ തകർക്കാൻ മറുഭാഗത്ത് ഒരു സൈന്യം എഴുന്നേൽക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഉറക്കി ഒരു ഹല്ലേലൂയ പറയാമോ? ഒന്നുകൂടി പറയാം, വാഗ്ദത്തം എനിക്കുണ്ട് എന്നുറപ്പുള്ള എത്ര ദൈവ കുഞ്ഞുങ്ങൾ ഈ പകൽ ഈ ആരാധനാലയത്തിലുണ്ട്? അവരുടെ വിശുദ്ധകരം ഒന്ന് ഉയരട്ടെ. എൻ്റെ മേലൊരു വാഗ്ദത്തം ദൈവം ഇട്ടിട്ടുണ്ട്, എൻ്റെ മേലും എൻ്റെ തലമുറയുടെ മേലും ഒരു വാഗ്ദത്തം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അടുത്ത ദൂത് നിങ്ങൾ കേൾക്കണം. വാഗ്ദത്തം ഉള്ളവനെ എവിടെ തകർക്കണമെന്ന് അവന്റെ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. വാഗ്ദത്തമുള്ളവനെ ഒതുക്കേണ്ടതിന് അവന്റെ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ആരാധനയുടെ നടുവിൽ ദൈവജനം കരമടിച്ച് ആരാധിച്ച് ഇന്ന് പക തയ്യാറായിക്കോ. നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറക്കും എതിരെ നിൽക്കുന്ന, വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന, തലമുറകൾക്കെതിരെ നിൽക്കുന്ന ആ പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം ജയിക്കണമെന്നുള്ളത് ദൈവസഭയുടെ ഉത്തരവാദിത്വമാണ്. പ്രിയ യവനക്കാരോട് ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ മേലെ ഒരു വാഗ്ദത്തമുള്ളത് കൊണ്ട് നിന്നെ എവിടെ ഒതുക്കണമെന്ന്, നിന്നെ എവിടെ തകർക്കണമെന്ന് പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ഈ പകൽ ആത്മാവ് പറയുന്നു, ദൈവം നിന്നെ ഉദ്ധരിക്കാൻ പോകുകയാണ്. ആമേൻ.
ഇന്നലെ പകല് ഒരു യൗവനക്കാരൻ എന്റെ 2 ദിവസമായി എന്നെ വിളിക്കുന്നു, പാസ്റ്റർ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിംഗ് വേണം. ഞാൻ പറഞ്ഞു, മോനെ നല്ല തിരക്കാണ്, അവൻ നല്ല ഓട്ടത്തിലാണ്, പക്ഷേ എങ്ങനെയെങ്കിലും എനിക്ക് 1 മണിക്കൂറെങ്കിലും വേണം. എനിക്ക് മനസ്സിലായി അവനുമായിട്ടൊന്ന് ഇരിക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു 10 മണിയാകുമ്പോൾ അവൻ എൻ്റെ വീട്ടിൽ വരിക. അങ്ങനെ അവൻ വീട്ടിൽ വന്നു. അവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അത്ഭുതം കൂറി. HDFC ബാങ്കിൽ ജോലി ചെയ്തിരുന്ന നല്ല യൗവനക്കാരനായ ഒരു മനുഷ്യൻ, എന്നാൽ MDMAക്ക് അടിമപ്പെട്ട്, കഞ്ചാവിന് അടിമപ്പെട്ട്, അവൻ മദ്യപാനത്തിന് അടിമപ്പെട്ട്, അപ്പനും അമ്മയ്ക്കും ഒരാണും ഒരു പെണ്ണുമാണ്. അവൻ ആങ്ങളെയും പെങ്ങളും കൂടി പോയി ഒരുമിച്ച് ബാറിൽ പോയി ഒരുമിച്ചിരുന്ന് ചിയേഴ്സ് പറഞ്ഞടിക്കുകയാണ്. തകർന്ന് തരിപ്പണമായി. അവൻ മൂക്കറ്റം കുടിച്ച് MDMA എടുത്ത് കഞ്ചാവ് വലിച്ച് അവൻ സഹോദരി കൂട്ടുകാരിയെ ബൈക്കിന് പുറകിൽ കയറ്റിയിരുത്തി. അവൻ പാഞ്ഞു വരുമ്പോൾ പാലാരിവട്ടത്ത് മെട്രോയുടെ താഴെ നിൽക്കുന്ന ചെറിയ ഫില്ലറിൽ ആ ബൈക്ക് ഇടിക്കുന്നു. ബൈക്കുമായി മറിഞ്ഞു വീഴുന്നു. അവൻ പുറകിലിരുന്ന പെൺകുട്ടി ആ കുറ്റിയിൽ ചെന്ന് തലയടിച്ച് തൽക്ഷണം അവിടെ വെച്ച് മരണപ്പെടുന്നു. ഇവന്റെ കാല് 4 ഭാഗമായി ഒടിയുന്നു, കരങ്ങൾ ഒടിയുന്നു, കൈകളിലും കാലുകളിലും മുഴുവൻ സ്റ്റീൽ റോഡ് അവൻ ഇട്ടിരിക്കുന്നു. അവൻ പറഞ്ഞു, പാസ്റ്റേ അവൻ സ്വസ്ഥതയില്ലാതെയാ ഞാൻ ഇവിടെ വന്നത്. എന്നാൽ ഒരു ദിവസം ആരോ എന്നോട് പറഞ്ഞനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ആ കാര്യമൊന്നും പറയുന്നില്ല. ഞാൻ ഇവിടെ വന്നു, ആ ചർച്ചിന്റെ മൂലക്ക് വന്നിരുന്നു, ആ ഫില്ലറിന്റെ പുറകിൽ വന്നിരുന്നു. അന്ന് രാവിലെയും ഞാൻ ആ ചർച്ചിൽ വരുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെയുണ്ട്. MDMA അടിച്ച് അന്ന് രാവിലെയും ഞാനിത് കഴിച്ചിട്ട് ഞാൻ ആലയത്തിന് പടിയേറിയിരുന്നത്. പക്ഷേ ദൈവജനം പ്രസംഗത്തിനിടയിൽ പാസ്റ്റർ ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഇവിടെ ദൈവമുണ്ടെന്ന് മനസ്സിലായി. അവൻ ദൈവം എന്നെ തൊട്ട്, പാസ്റ്റേ അവിടെ ഞാൻ ഇറങ്ങിയത് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി കൈക്ക് പിടിച്ച് പറഞ്ഞടാ, ഇനി നമ്മൾ MDMA ഉപയോഗിക്കരുത്, കഞ്ചാവ് ഉപയോഗിക്കരുത്. നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. പാസ്റ്റേ ദൈവ ഭയം എൻ്റെ അകത്ത് വീണു. ദൈവം എന്നെ പിടിച്ചു കേട്ടോ, ദൈവം എന്നെ തൊട്ട് കേട്ടോ, ദൈവം എന്നെ അറിഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. നല്ല സൗന്ദര്യമുള്ള വിവാഹം കഴിക്കാത്ത യവനക്കാരൻ, പക്ഷേ അങ്ങനെ തകർന്നാണ് ഞാൻ ആലയത്തിന് പടിയേറിയത്. ആമേൻ. ആരും കാണാതെ ആ പോസ്റ്റിന്റെ ആ ഫില്ലറിന്റെ മറയിലിരുന്നു. പക്ഷെ ദൈവദാസൻ ദൂത് വിളിച്ചു പറഞ്ഞു. അവൻ അകത്തളത്തി കുത്തുകൊണ്ടു ആലയത്തിനകത്ത് കയറി വന്നപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണല്ലോ കയറി വന്നത്. ദൈവദാസനെ പാസ്റ്റർക്ക് അറിയണോ, അന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ വീട്ടിനകത്ത് എന്നെ മുറിക്കകത്തോട്ട് കയറി. ഞാൻ വാതിലടച്ചു. അവൻ ഇവിടെ ഉണ്ടായ വർഷിപ്പ് സോങ് ഞാൻ ഇട്ട് കേൾക്കാൻ തുടങ്ങി. എൻ്റെ മുറിക്കകത്ത് വലിയ ആത്മാവിന്റെ സാന്നിധ്യം നിറയാൻ തുടങ്ങി. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. രാത്രി ഞാൻ ഉറങ്ങിയില്ല. നേരം വെളുക്കുന്നത് വരെ പരിശുദ്ധാത്മാവിനോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലോ, ഈ ചർച്ചിനകത്ത് ഒരു വലിയ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഈ ആലയത്തിനകത്ത് നിങ്ങൾ ഒരു പക്ഷേ അവൻ ഇത് അനുഭവിക്കാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ തെറ്റുകാരാകും. ഈ പകൽ അതിനോട് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ ഇത് വെറുതെ ഒരു അവ കൈയടിച്ചു പോകുന്ന ഒരാലയമായിട്ട് കാണരുത്. ഇതിനകത്ത് ദൈവമുണ്ട്, ഇതിനകത്ത് തിരുസാന്നിധ്യമുണ്ട്, ഇതിനകത്ത് ദൈവമഹത്വമുണ്ട്. ആമ കോഴി തന്റെ ചിറകിൻ കീഴിൽ മറക്കുന്നത് പോലെ ദൈവം ജനത്തെ മറക്കുന്ന ഒരു പകലാണ്. ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, വാഗ്ദത്തമുള്ള നിനക്കെതിരെ ശത്രുവിന്റെ കടന്നുകയറ്റമുണ്ട്. പക്ഷെ ഇന്ന് പകൽ ആരാധിക്കാൻ തയ്യാറാക. ശത്രു നിന്നെ തൊടുകയില്ല. ആമേൻ. സ്തോത്രം. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? അവൻ പറഞ്ഞു, പക്ഷെ ഒന്നും ചെയ്തു തരണ്ട, എനിക്ക് ഇങ്ങനെ ഒന്ന് അരമണിക്കൂർ ഇരുന്നാൽ മതി, അരമണിക്കൂർ ഇരുന്നാൽ മതി. ആമൻ. 10 മണിക്ക് വന്ന് ഞാൻ 12 മണി വരെ അവനുമായിട്ടിരുന്നു. ഇന്ന് രാവിലെ എറണാകുളത്ത് അവനും അവന്റെ പെങ്ങളും കൂടി ആരാധനയ്ക്ക് വന്നു. എന്നോട് കണ്ടിട്ട് പറഞ്ഞു, പക്ഷേ എന്തൊരു സമാധാനമാ, എന്തൊരു സന്തോഷമാ. ദൈവമക്കളെ, വാഗ്ദത്തം കിട്ടിയ ഒരുപാട് എണ്ണത്തെ പിശാച് തകർക്കുന്നുണ്ട്. എന്നോടൊപ്പം നിൽക്കാൻ
ദൈവദാസന്മാരുണ്ടോ? എന്നോടൊപ്പം നിൽക്കാൻ ലീഡേഴ്സ് ഉണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ആരാധിക്കാൻ തയ്യാറായാൽ, ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ, പിശാചിന്റെ പദ്ധതികളെ ഒന്ന് തകർത്തു മാറ്റാൻ തയ്യാറായാൽ, ഈ പകൽ വാഗ്ദത്തമുള്ള ചിലതിനെ ദൈവം അകത്തു കൊണ്ടുവരും. വാഗ്ദത്തമുള്ള ചിലതിനെ ദൈവം അകത്തു കൊണ്ടുവരും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വാഗ്ദത്തമുള്ളതിനെ ചിലത് അകത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറ. നിങ്ങൾ സ്വപ്നം കാണു, നിങ്ങൾ വിശ്വാസത്താൽ കാണു. വാഗ്ദത്തമുള്ള ചിലത് പുറത്ത് ഉടയാൻ, പുറത്ത് തകരാൻ എന്റെ തമ്പുരാൻ അനുവദിക്കയില്ല. സ്തോത്രം. മക്കളെ, ഈ ദൂത് ഒന്നുകൂടി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത് വളരെ ആഴമായി ശ്രദ്ധിക്കണം. 19-ാം അധ്യായത്തിൽ പൗലോസിനോട് പറയാണ്, നീ റോമിൽ എന്നെ സാക്ഷീകരിക്കും. രാത്രി ഈ ദൂത് പറയുന്നു, രാവിലെ കൊല്ലാൻ ആളുകൾ എഴുന്നേൽക്കുന്നു. എന്റെ ചിന്ത, ദൈവത്തിന്റെ മാലാഖ രാത്രി ദൂത് പറഞ്ഞതെങ്ങനെ ഈ കൊല്ലുന്നവൻ അറിഞ്ഞു? മനസ്സിലായോ? ഒരുവനെ ദൈവം സെലക്ട് ചെയ്ത് അവന്റെ മേലെ ഒരു വാഗ്ദത്തം ദൈവം ഇട്ടാൽ ശത്രു സൈന്യത്തിന് മനസ്സിലാകും ഇവൻ വാഗ്ദത്ത സന്തതിയാണ്. ദൂത് മനസ്സിലായോ? പിന്നെ അവനതിലെ സകല ഭൂതങ്ങളും ഒരുമിച്ച് അണിനിരക്കും അവനെ ഉടച്ചു കളയാൻ. പക്ഷെ ഇന്ന് ഞാൻ ഗ്യാരണ്ടി തരും, ദൈവം നിന്നെ പരിപാലിക്കും. പോരാ, ദൈവം നിന്നെ പരിപാലിക്കും. നിന്റെ തലമുറകളെ ദൈവം പരിപാലിക്കും. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിക്കും. ഹല്ലേലൂയ. കരമുയർച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കരമുയർച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, പൗലോസിനെതിരെ കൊല്ലുവാൻ വേണ്ടിയുള്ള ഒരു ശക്തി മാത്രമല്ല, അവനെ എങ്ങനെയൊക്കെ ഒതുക്കാമോ അതുപോലെ അധികാരങ്ങൾ ഒതുക്കാൻ നോക്കി. ആമേൻ. ശതാധിപൻ ഒതുക്കാൻ നോക്കി. കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടു, ഫെലിക്സും ഫെസ്തോസും ഒതുക്കാൻ നോക്കി. അഗ്രിപ്പ രാജാവ് കളിയാക്കാൻ നോക്കി. പക്ഷെ ഇതിന്റെ നടുവിൽ 28:14 പറയുന്നു, ഇങ്ങനെ അവർ റോമിലെത്തിച്ചേർന്നു. അവിടെ സഹോദരന്മാരെ കണ്ടു. തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണം എന്നവൻ അപേക്ഷിച്ച്. പിന്നെ ഞങ്ങൾ എവിടെയെത്തി? റോമയിലെത്തി. സന്ധ്യയോടെ അടുത്തിരിക്കുന്നവന്റെ മുഖത്ത് നോക്കി അല്പം കടുപ്പിച്ച് ആത്മാവി പറ, നിന്നോട് പറഞ്ഞെടുത്ത് ദൈവം എത്തിക്കും. പറഞ്ഞു. അന്യഭാഷ പ്രാപിച്ചവരുണ്ടോ? അന്യഭാഷ പറഞ്ഞിട്ട് പറ, നിന്നെ പറഞ്ഞെടുത്ത് ദൈവം എത്തിക്കും. നിന്നോട് അരുളപ്പാട് ചെയ്തെടുത്ത് ദൈവം നിന്നെ എത്തിക്കും. അതിന് തടസ്സമായി ഒരു ശക്തിക്കും ഇന്ന് പകൽ എഴുന്നേൽക്കാൻ കഴിയത്തില്ല. എവിടെ എത്തിക്കുമെന്ന് ദൈവം നിന്നോട് അരുളി ചെയ്തോ അവിടെ തന്നെ നിന്നെ എത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ആത്മാവിൽ അങ്ങ് ധൈര്യപ്പെടണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം എന്നെ ഒരുപാട് ടച്ച് ചെയ്തത് ഞാൻ നിങ്ങളോട് പറയാ. ഈ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് അവിടെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 പദപ്രയോഗങ്ങൾ എന്നെ കഴിഞ്ഞ ദിവസം വല്ലാതെ ടച്ച് ചെയ്തു. ഒന്ന് ശ്രദ്ധിച്ചേ. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. കുറിച്ചു വെച്ചോ. വാഗ്ദത്തമുള്ളവനെ എത്ര ശത്രു ഞെരുക്കിയാലും കാണുന്നൊരു ദൈവമുണ്ട്. പോരാ. ഞാൻ ഒന്നുകൂടി പറയുന്നു, വാഗ്ദത്തമുള്ളവനെതിരെ ശത്രു എത്ര ഞെരുക്കിയാലും, ശത്രു എത്ര പോരാടിയാലും, അവൻ വാഗ്ദത്തമുള്ള ജനതയെ കാണുന്നൊരു ദൈവമുണ്ട്. വാഗ്ദത്തമുള്ളവനെ കാണുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആരുടക്കിയ ദൈവം പറയുന്നു, നിന്നെ കാണുന്നില്ല എന്ന് നീ ചിന്തിക്കണ്ട, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നു, ആമേൻ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. വാഗ്ദത്തമുള്ളവന്റെ നെടുവീർപ്പുകൾ കാണുന്നൊരു ദൈവത്തിന് നല്ലൊരു ഹല്ലേലൂയ പറ. അവ കാണുന്നൊരു ദൈവമുണ്ട്. 2, ഊഴിയ വിചാരന്മാരാൽ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. വാഗ്ദത്തമുള്ളവനെ കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഒരു ഹല്ലേലൂയ പറ. ഒന്നുകൂടി പറഞ്ഞേ, വാഗ്ദത്തമുള്ളവനെ
കാണുന്നൊരു ദൈവമുണ്ട്, വാഗ്ദത്തമുള്ളവനെ കേൾക്കുന്നൊരു ദൈവമുണ്ട്. അവസാന വാക്യം, ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞു. 3, അറിയുന്നൊരു ദൈവമുണ്ട്. ഓ പോരാ പോരാ, കാരണം ഉയർച്ച ദൈവത്തെ ഒന്ന് സ്വതന്ത്രം ചെയ്ത് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പ്രസംഗിച്ച് തൊണ്ടയുടെ ടൈപ്പറിനൊക്കെ അടിച്ചു പോയിരിക്കുക. ഞാൻ 3 കാര്യങ്ങൾ എന്നെ ടച്ച് ചെയ്തുകൊണ്ട് പറയുകയാണ്. വാഗ്ദത്തമുള്ള ജനത്തെ എത്ര ഞെരുക്കിയാലും കാണും ദൈവം. 2, വാഗ്ദത്തമുള്ളവനെ ഉറക്കെ പറ, കേൾക്കും. വാഗ്ദത്തമുള്ളവനെ അറിയുന്നൊരു ദൈവം, കാണുന്ന ദൈവം, കേൾക്കുന്ന ദൈവം, അറിയുന്ന ദൈവം. കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ദൈവം. ഫറവോന്റെ പുച്ഛത്തെ ഒടിച്ച് ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരും. ജീസസ്, ദൂത മനസ്സിലായോ? കാണുന്ന ദൈവം, അവൻ കേൾക്കുന്ന ദൈവം, അറിയുന്ന ദൈവം. ഫറവോന്റെ പുച്ഛത്തെ ഒടിച്ച് അവന്റെ ഇരുമ്പ് രഥങ്ങളെ അവൻ ചുട്ടുകളഞ്ഞ് അവൻ രഥശത്രുക്കളുടെ ഓട്ടത്തെ ദൈവം പാഴാക്കി മാറ്റി ദൈവം വെളിയിൽ കൊണ്ടുവരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. വിശ്വസിക്കുന്ന ദൈവജനം കരമടിച്ചൊന്ന് ആരാധിച്ചേ. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, നിന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ ഇടപെട്ട ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയുക. ആരും കാണുന്നില്ല എന്ന് കരുതി, ആരും അറിയുന്നില്ലെന്ന് കരുതി, ആരും നിന്നെ കാണുന്നില്ലെന്ന് കരുതി നീ ഭാരപ്പെടേണ്ട ദൈവ പൈതലേ. നിന്റെ തലയുടെ മേൽ ഒരു അഭിഷേകവും ഒരു വാഗ്ദത്തം കിടപ്പുണ്ടോ. ദൈവം തക്ക സമയത്ത് ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരും. കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചു പറ. തക്ക സമയത്ത് അവൻ നിന്നെ വെളിയിൽ കൊണ്ടുവരും. ഒരു കരവും ഇല്ലെങ്കിലോ, ഒരു മനുഷ്യൻ നിന്നെ സ്പോൺസർ ചെയ്തില്ലെങ്കിലോ, ഒരു മനുഷ്യന്റെ കരം നീണ്ടു വന്നില്ലെങ്കിലോ, തക്ക സമയത്ത്, എല്ലാവരും പറ തക്ക സമയത്ത്, ഒരുമിച്ച് ശബ്ദമുയർത്തി പറ തക്ക സമയത്ത് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് സേവിക്കുന്നത്. ഞാൻ കർത്താവിൽ ഒരു വെളിപ്പാട് ഇങ്ങനെ കാണുന്നു, ഒരു ദർശനം എന്റെ ദൈവം കാണിക്കുന്നു. അവൻ നിറച്ച് ഓറഞ്ചിന്റെ തോട്ടം എന്റെ ദൈവം കാണിക്കുന്നു. ഓറഞ്ച് പഴുത്ത് കിടക്കുന്നത് പോലെ ഫലം എന്റെ ദൈവാത്മാവ് കാണിക്കുന്നു. ദൈവമൈതലെ വിശ്വസിക്കാമെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ദൈവമക്കൾ ഈ ദൈവസഭ വിശ്വസിച്ച് ഒരാമേൻ പറയണം. ഈ ആലയത്തിനകത്ത്, ദൈവിക കുടുംബങ്ങളിനകത്ത്, ദൈവിക ഭവനങ്ങളിൽ ഒരു ഫലം പുറപ്പെടുവിക്കാൻ സമയമായെന്ന് ആത്മാവിടപെടുകയാണ്. ഇന്നലകളിൽ കാലപെറുക്കിയെങ്കിൽ, ഇന്നലകളിൽ പലതും വാടി വീണു പോയെങ്കിൽ, ഇന്നലത്തെ കാറ്റിൽ പലതും ഉടഞ്ഞു പോയെങ്കിൽ ഇനി കായ ഉടഞ്ഞു പോവില്ല, കാറ്റിൽ തകർന്നു പോവില്ല. നിനക്ക് നിന്റെ തലമുറക്ക് അനുഭവിക്കത്തക്കവണ്ണം ചില ഫലങ്ങൾ ദൈവമാലയത്തിനകത്ത് ഇന്ന് മകൻ നിറയ്ക്കാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ചോ, എഴുന്നേറ്റ് നിന്നോ, ഹല്ലേലൂയ പറഞ്ഞു ആ ദൂതനെ സ്വീകരിക്കാൻ ആത്മാവിൽ ഞാൻ പറയുന്നു. ചില ഫലങ്ങൾ ശത്രുവിന് കൊടുക്കാതെ ഇല്ല, ഇനി നിന്റെ ഫലം നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ആത്മാവിന് പ്രവചിച്ചു പറയുന്നു. അവൻ മുന്തിരിക്കുല പൂത്തിരിക്കുമ്പോൾ, മുന്തിരിക്ക ഫലം പൂത്തിരിക്കുമ്പോൾ മുന്തിരി തോട്ടത്തെ നശിപ്പിച്ചു കളയുന്ന ചെറു കുറുക്കന്മാരെ ദൈവം ഇന്ന് മകൾ പിടിച്ചു കെട്ടാൻ പോകുക. ചെറു കുറുക്കന്മാരെ പിടിച്ചു കെട്ടാൻ പോകുക. ചെറു കുറുക്കന്മാരെ പിടിച്ചു കെട്ടാൻ പോകുക. നിന്റെ നന്മയെ തകർത്തു കളയുന്ന ജീസസ് നെയ്മ്, ജീസസ് നെയ്മ്, ജീസസ് നെയ്മ്, നിന്റെ നന്മയെ തകർത്തു കളയുന്ന ആ ചെറുകുറുക്കന്മാരെ ഇന്ന് മക പിടിച്ചുകെട്ട്, ഇന്ന് മക പിടിച്ചുകെട്ട്. അതന രഗതല രഗതൽക്കരാധന. മുന്തിരി പൂത്തിരിക്കുക, മുന്തിരി പൂത്തിരിക്കുക. അതിനെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ നസ്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭ ഒരുമിച്ച് ദൈവജനത്തിന്റെ നന്മയെ ഫലത്തെ കെടുത്തുന്നതിന് ഞങ്ങൾ പറയുന്നു.
Jesus, Jesus, Jesus. In the name of Jesus, in the name of Jesus, in the name of Jesus. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നസ്രത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയുന്നു, ദൈവജനത്തിന്റെ നന്മയ്ക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന സകല ചെറുകുറുക്കന്മാരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൂരീകരിക്കുന്നു. ജീസസ്. എല്ലാവരും അതാ സ്ഥാനത്തിരുന്നേ. നീ എവിടെ ഇരിക്കുന്നു എന്ന് ദൈവം അറിയുന്നു. നിന്നെ കാണുന്നുണ്ട് ദൈവം, നിന്നെ അറിയുന്നുണ്ട് ദൈവം. ഞാൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത് ഒന്ന് പറയുന്നുകൊണ്ട് ക്ഷമിക്കണേ ദൈവമക്കളെ. പത്രോസ് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലായിരിപ്പ്. തോൽക്കൊല്ലനായ ശീമോന്റെ ഭവനത്തില പത്രോസിന്റെ വാസം. ആരാ തോൽക്കൊല്ലനായ ശീമോൻ? അവൻ സാധാരണക്കാരനല്ല, പട്ടണിപ്പാവമല്ല. അവൻ തോലുകൊണ്ട് അവൻ വിവിധ തരത്തിലെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ബിസിനസ്സുകാരൻ. യോപ്പയിലെ തോൽക്കൊല്ലനായ ശീമോൻ സാധുവല്ല, പട്ടണിപ്രാവമല്ല, അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, പലരെയും വില കുറച്ച് കാണുന്ന പലരുമുണ്ട്. രക്താംബരം വിൽക്കുന്ന ലുധിയ, അവൾ ആരാ? നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ തലയിൽ പൂക്കച്ചവടം വെച്ചുകൊണ്ട് നടക്കുന്ന, മുല്ലപ്പൂ വിൽക്കാൻ വരുന്ന പാട്ടിമാരില്ലേ, പാട്ടിമാരുടെ വിലയെ ലുധിയാക്ക് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ മുല്ലപ്പൂ വിൽക്കാൻ നടക്കുന്ന പാട്ടിയല്ല ലുധിയ, രക്താംബരം വിൽക്കുന്നവളാണ്. എന്താ രക്താംബരം വിൽക്കുന്നത്? കൊട്ടാരത്തിനകത്തെ രാജകുടുംബങ്ങളിലെ വലിയ വലിയ ആളുകൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം പോലെയുള്ള വിലപിടിപ്പുള്ളത് ഉപയോഗിക്കുന്ന അവിടെ ബിസിനസ് ചെയ്യുന്നവളാ. ആര്? ലുധിയ എന്ന് പറയുന്നത് ധനാഠ്യായ സ്ത്രീയാണ്. അവളെ പുഴവക്കത്ത് കൊണ്ടുവന്ന് പൗലോസിന്റെ പ്രസംഗം കേൾപ്പിച്ച് രക്ഷിക്കപ്പെടുത്തിയത്. സ്വതന്ത്രം ദൂത മനസ്സിലായെങ്കിൽ സ്വതന്ത്രം ചെയ്യേ. എന്നാലേ യോപ്പയിലെ പട്ടണത്തിലെ തോൽക്കൊല്ലനായ ശീമോൻ സാധാരണക്കാരനല്ല. പക്ഷെ അത്ഭുതം എന്നാണെന്നറിയാമോ? ഇരിപ്പ് ധനാഠ്യന്റെ വീട്ടിൽ, ഇരിപ്പ് ബിസിനസ്സുകാരന്റെ വീട്ടിൽ. എന്നാൽ വിശന്ന് വലഞ്ഞ് അവൻ പ്രാണം കത്തുന്ന പത്രോസിന് വിശന്നിട്ടും വിവശത വന്നിട്ടും ആഹാരം കൊടുക്കാൻ ശീമോൻ തയ്യാറല്ല. മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടി പറയാ, ഈ പാവപ്പെട്ട അഭിഷിക്തൻ വീട്ടിലകത്തിരുന്ന് അവൻ വയർ ഉണങ്ങിയിട്ടും വയർ പറ്റിയിട്ടും അവിടെ അങ്ങനെയാ പറയുന്നത്, അവന് വിശന്നപ്പോൾ ഒരു വിവശത വന്നു. എന്റെ ഭാഷ ഞാനിങ്ങനെ പറയാ, വിശന്ന് വിവശത വന്ന് അവശനായിട്ട് പോലും തോൽക്കൊല്ലനായ ശീമോനെ നീ അറിഞ്ഞില്ല അഭിഷിക്തന്റെ വിശപ്പ്. പക്ഷെ അറിഞ്ഞവൻ ഇറക്കുന്നുണ്ട് തുപ്പട്ടി. ദൂത മനസ്സിലായോ? ഇറക്കുന്നുണ്ട് തുപ്പട്ടി. അത് ചെറുമൊരു തുപ്പട്ടിയല്ല, ചെറിയൊരു തുപ്പട്ടിയല്ല. അവൻ ലോകത്തിലെ സകലത്തിനെയും അതിനകത്ത് കൊള്ളിച്ചിറക്കി വിടുന്ന ധനാഠ്യനായ ഒരപ്പനുണ്ട് സ്വർഗത്തിലെന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ദൂത് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളുടെ വീട്ടിലകത്തെ ഫ്രിഡ്ജ്, എന്റെ വീട്ടിലകത്തെ ഫ്രിഡ്ജ് 10 കിലോ ചിക്കൻ വെച്ചാൽ അത് നിറയുമെന്നേ. 5 കിലോ പോത്തിറച്ചി കൂടി വെച്ചാൽ പിന്നെ വെജിറ്റബിൾ വെക്കാൻ ഇടമില്ലെന്നേ. അത്രയും കൊണ്ട് നിറയും. എന്നാൽ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ അവരാഹാരം ഒരുക്കുമ്പോ അഭിഷിക്തന് വിശന്നു. സ്വർഗം കണ്ടിട്ട് പറഞ്ഞു, ഢാ ഇവൻ ആരെന്നറിയോ? ഇവൻ എന്റെ അഭിഷിക്തനാ. അവന്റെ വയർ വിശന്ന് നിങ്ങൾ കണ്ടില്ലെങ്കിലും കാണുന്ന ഒരുവനുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ദാണ്ട് നോക്കിക്കേ, ഞാൻ നിൽക്കുന്ന ഈ പുൽപ്പിറ്റ് ഉണ്ടല്ലോ, എല്ലാം കൂടി ഒരു 150 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ പുൽപ്പിറ്റ് മാത്രം 150 സ്ക്വയർ ഫീറ്റ്. പത്രോസ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മുറിക്കകത്ത് ഇത്രയും ഒരു വലിയ മുറിയാന്നിരിക്കട്ടെ, 150 സ്ക്വയർ ഫീറ്റ്. ഇതിനകത്ത് ഭൂമിയിലെ സകല മൃഗങ്ങളെയും കൊള്ളിക്കാൻ പറ്റുമോ?
പറ്റില്ല. ഒരാന നിന്നാ തീരില്ലേ, ഒരു കുതിര നിന്നാ തീരില്ലേ, രണ്ടാട് നിന്നാ തീരില്ലേ. എന്നാൽ പത്രോസ് ഇരിക്കുന്ന 150 സ്ക്വയർ ഫീറ്റ് വീടിനകത്ത് ഭൂമിയിലെ സകലത്തെയും നിറച്ച തുപ്പട്ടി ഇറക്കാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിന്റെ ശൂന്യതയുടെ നടുവിൽ നന്മ കൊണ്ട് നിറക്കാൻ എന്റെ ദൈവം ശക്തനാണ്. നിന്റെ ഇല്ലായ്മയുടെ നടുവിൽ, നിന്റെ ഇല്ലായ്മയുടെ നടുവിൽ, നിന്റെ ശൂന്യതയുടെ പോരാ. ഈ ദൂതനോട് പ്രതികരിക്കുന്നവർ കരമടിച്ച ദൈവത്തിന് നന്ദി പറ, കരം തട്ടി ദൈവത്തിന് നന്ദി പറ, കരമടിച്ച ദൈവത്തിന് നന്ദി പറ. ഒരറ്റം മുതൽ മട്ടിയറ്റം വരെ എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ആരും മാറിയിരിക്കരുത്, ആരും മാറി നിൽക്കരുത്. ഇന്നത്തെ ആരാധന നടുവിൽ സ്തുതിക്കാൻ ഏൽപ്പിച്ചുകൂട്. സ്തോത്രം. ദൈവത്തിന് ആമേൻ പറയാൻ പറ്റുമോ? ഞാന് ആ ദൂത് കഴിഞ്ഞ ദിവസം മാഷെ ചിന്തിച്ചതിന് ശേഷം ഭവനത്തിലേക്ക് പോകുമ്പോ ഈ ദൂതന്റെ ഉള്ളത്തിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോ തമ്പുരാൻ എന്നോട് പറഞ്ഞു, എടാ, ഞെരുക്കത്തിന്റെ അകത്ത് വിശാലത വരുത്തുന്നൊരു ദൈവമായി എന്റെ ദൈവം. മനസ്സിലായില്ലല്ലേ? ഒരു തുപ്പട്ടി പോയിട്ട് 4 കാളയെ വെക്കാൻ ഇടമില്ല. പത്രോസേ, നീ പ്രാർത്ഥിക്കുന്ന മുറിക്കകത്ത് പക്ഷേ ഞാൻ നിറക്കുന്നത് 2 കാളയെ നിറക്കുന്ന തുപ്പട്ടിയല്ല. പകരം നിനക്കും നിന്റെ കുടുംബത്തിനും ആയുസ് മുഴുവൻ എത്ര കഴിച്ചാലും എത്ര ഉപയോഗിച്ചാലും മതി വരാത്തതുപോലെ ഒരു വലിയ നന്മ കൊണ്ട് ദൈവത്തിന് നിറക്കാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. എത്ര മണി നേരം പുള്ളിക്ക് വിശന്നേ? 9. യഹൂദന്റെ 9-ാം മണി നമ്മുടെ 12-ാം മണിയാന്നേ. യഹൂദന്റെ 9-ാം മണി. അതുകൊണ്ടല്ലേ 6-ാം മണി മുതൽ 9-ാം മണി വരെ ദേശത്തെല്ലാം നാട്ടുച്ചക്കാരുന്നു. യേശു അപ്പച്ചനെ ക്രൂശെ കിടക്കുമ്പോഴേ അല്ലേ, ആമേൻ ആമേൻ, 6-ാം മണി നേരത്തല്ലേ നമ്മുടെ 12 മണിയാ, നമ്മുടെ നാട്ടുച്ചയ്ക്കാ. അഭിഷിത്തിന് വിശന്നപ്പോഴാ വിവശത വന്ന് പുള്ളി അവസരായത്. തമ്പുരാൻ വിട്ടില്ല. അവൻ കണ്ടു, അവൻ കേട്ടു, അവൻ അറിഞ്ഞു. ഞാൻ ഇനി പറയുമ്പോൾ അത് നിന്നോടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തിയേക്കണം. അവൻ കണ്ടു, അവൻ കേട്ടു, അവൻ നിന്നെ അറിഞ്ഞു. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. നിന്നെ ആരും കാണാനില്ലെന്ന് കരുതി നീ എന്തിനാ പുച്ഛിക്കുന്നത്? ആരും കാണാനില്ലെന്ന് കരുതി നീ എന്തിനാ വഴക്കിട്ടിരിക്കുന്നത്? ആരും കാണാനില്ല, ആരും കേൾക്കാനില്ല എന്ന് കരുതി എന്തിനാ ആമൻ മാറിയിരിക്കുന്നത്? വരുന്നുണ്ടല്ലോ നിന്നെ കാണുന്നൊരു ദൈവം, നിന്നെ കേൾക്കുന്നൊരു ദൈവം, നിന്നെ അറിയുന്നൊരു ദൈവം. എന്നെ കാണുന്നവൻ, കേൾക്കുന്നവൻ അല്ലല്ല, എന്നെ കാണുന്നവൻ ഇവിടെയുമുണ്ടല്ലോ. എന്നിട്ട് എന്താ പേരിട്ടെ? അല്ല, ഈ ഹാഗാർ എന്ന് പേരിട്ട് എന്നാ? എന്നെ കാണുന്നവൻ ഇവിടെ എന്നെ കണ്ടു. യഹോവ എൽറോയ്. അതൊക്കെ മറക്കുന്നെന്നാ, എന്ന് മറന്നു പോകുന്നേ. ഈ പ്രതിസന്ധിയിലെ അവിടെ ഇവിടെ നോക്കി കയ്യും കാലിട്ടടിക്കാതെ ഇതൊക്കെ അകത്തോട്ട് വരണം. എന്നെ കാണുന്നവൻ ഇവിടെയുണ്ട്. ആരോടെന്ന് എനിക്കറിയില്ല. ഒരൊറ്റ ദൂത് പറയാം. കാണേണ്ടവൻ കാണാതെ പോയാൽ, അറിയേണ്ടവൻ അറിയാതെ പോയാൽ, ആമേൻ ആമേൻ ആമേൻ, കേൾക്കേണ്ടവൻ കേൾക്കാതെ പോയാൽ, കണ്ണുമങ്ങാത്തൊരു ദൈവം നിനക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നേ. ചെവി മന്ദമാകാത്തൊരു ദൈവം സ്വർഗത്തിൽ ഉണ്ടെന്നേ. കരമുയർച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. എല്ലാ കണ്ണടയട്ടെ, എല്ലാ ചെവിയും അടയട്ടെ. എല്ലാവരും അറിയാതിരുന്നാലും നിന്നെ കാണുകയും കേൾക്കുകയും അറിയുന്നൊരു തമ്പുരാനുണ്ടെന്ന് നമ്മൾ ഇടക്കിടക്ക് പാടാറുണ്ട്. ആ പാട്ടിതാ. അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോ, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോ, മങ്ങിടാത്ത കണ്ണെനിക്കുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ, മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ,
മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗ. ആമേ. പാടാൻ സമയമില്ല, എനിക്ക് കുറച്ച് കാര്യം കൂടി പറയണം, അതുകൊണ്ട് ഞാനങ്ങ് നിർത്തിയിട്ട് വരികയാ. ധൈര്യപ്പെട്ടില്ലേ? ധൈര്യപ്പെട്ടില്ലേ? അമ്മേ, എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, കാണേണ്ടവർ കാണാതെ പോയപ്പോൾ, കേൾക്കേണ്ടവർ കേൾക്കാതെ പോയപ്പോൾ, അറിയേണ്ടവർ അറിയാതെ പോയപ്പോൾ, അറിഞ്ഞത് കൊണ്ടല്ലേ നാം ഇന്ന് ഈ കസേരയിരിക്കുന്നത്. സ്വതന്ത്രം. ഒരാൾ എന്നോട് പറഞ്ഞു, എടാ പാസ്പോർട്ട് ഉണ്ടോ? എന്തോ പറയാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പറയുക, ക്ഷമിക്കണേ. പാസ്പോർട്ട് ഉണ്ടോ? ഇപ്പോഴൊന്നുമല്ല, 24 വർഷം മുമ്പ്. ഞാൻ ഇല്ല, ഇപ്പം തന്നെ പോയി പാസ്പോർട്ട് എടുക്കണം. അന്ന് നമ്മുടെ ഭാഷ പറഞ്ഞാൽ വിഷം മേടിച്ച് കഴിക്കാൻ കാശില്ലാതിരിക്കുമ്പോൾ 2500 ഒരാളോട് കടം മേടിച്ച് പോയി പാസ്പോർട്ട് എടുത്തു. പാസ്പോർട്ട് എടുത്തിട്ട് വേഗം പാസ്പോർട്ട് കോപ്പി അടക്കാൻ പറഞ്ഞു. കോപ്പി സെൻഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പഴക്കണ്ട, കയ്യിലിരുന്നോട്ടെന്ന്. എനിക്ക് ഭയങ്കര പ്രയാസമായി പോയി. രാത്രി വിളിച്ചു എഴുന്നേപ്പിച്ചിട്ട് ഫുഡില്ലെന്ന് പറയുന്നത് പോലെ ആയിപ്പോയി. എനിക്ക് ആകെ വിഷമമായിപ്പോയി. പക്ഷെ നാളുകൾ കഴിഞ്ഞ 23 വർഷങ്ങൾക്ക് മുമ്പ് പയ്യ ലെസ്റ്റർ മോന് 1 വയസ്സ് പ്രായമായിട്ടില്ലെന്നൊന്നല്ലേ, 1 വയസ്സ് പ്രായമായിട്ടില്ല. തന്നെയും കൊണ്ട് ഞാൻ കുടുംബമായി എയർപോർട്ടിൽ നിന്നും യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഞാൻ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ. എന്താ? ഞാനും എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞും കൂടി ദുബൈയിലേക്ക് പോവുകയാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ്. മനസ്സിലായോ? അന്നു മുതൽ ഞാൻ യാത്രയാകുന്നൊരു മനുഷ്യനാണ്. അതിനുശേഷം എത്രയോ രാജ്യങ്ങളിൽ ദൈവം ഞങ്ങളെ ഒരുമിച്ച് നിർത്തി. എന്തിനാ ഇത് പറഞ്ഞേ? മനുഷ്യൻ പറഞ്ഞ വാക്ക് മാറും, പക്ഷെ എൻ്റെ അപ്പം പറഞ്ഞ വാക്ക് മാറില്ല. ഇത് പറയാനാ ഞാൻ പറഞ്ഞേ. ധൈര്യമായിട്ടിരി. മനുഷ്യൻ പറഞ്ഞ വാക്ക് മാറും അഭിഷിക്തന്മാരെ, പക്ഷെ തമ്പുരാൻ പറഞ്ഞ വാക്കിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. കർത്താവിന് നല്ലൊരു ആമേൻ പറ. സ്തോത്രം. അനുഭവിച്ചവരല്ലേ നിങ്ങൾ? യോഹന്നാന്റെ ലേഖനം ഒന്ന് എടുത്ത മോനെ, 1-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിക്കാൻ കർത്താവ് എന്നോട് പറയുന്നു. ഒന്ന് വായിച്ചേടാ. ഒന്നിട്ടെ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടത്. ആദ്യം മുതൽ കേട്ടത്, കണ്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ എന്തൊക്കെ ചെയ്തു? കണ്ടു. എന്തൊക്കെ ചെയ്തു ദൈവദാസന്മാരെ? കേട്ടു. ആ വാക്യം ഒന്ന് വായിച്ചേ, ഒന്നുകൂടി വായിച്ചേ. മുതലുള്ളതും ഞങ്ങൾ കേട്ടതും. അപ്പൊ ഒന്ന്, ഞങ്ങളുടെ ദൈവത്തെ എന്ത് ചെയ്തു? ഓ, ഇനി ഒരു ആമേൻ പറ. ഇന്ന് ആരെങ്കിലും കേൾക്കാതെ പോകുന്നെങ്കിൽ ഇന്ന് നീ കേട്ടോണ്ട് പോ. ഇതാകുന്ന വഴി. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരിചയ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മെതിവണ്ടിയാക്കും. ഈ ദൈവശബ്ദം ഇന്ന് നീ കേട്ടുകൊണ്ടിരിക്കുക. 2 കേട്ടു, പിന്നെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നോക്കി. ഇനി അടുത്ത വാക്യം പറയുന്നു, ഞങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തൊട്ടത്. കണ്ടോ? ദൈവത്തെ കാണാം, ദൈവത്തെ അനുഭവിക്കാം, ദൈവത്തെ കേൾക്കാം, ദൈവത്തെ തൊട്ട് മനസ്സിലാക്കാം. ഇത്ര നല്ലവനായൊരു ദൈവത്തിന് കരം ഉയർത്തി നല്ലൊരു ആമേൻ പറ. ആമേൻ. ആരും സഹായം ഇല്ലാതെ പാരിൽ പാരം നിരാശയാൽ നീറും നേരം, ആരും സഹായം ഇല്ലാതെ പാരിൽ പാരം നിരാശയാൽ നീറും നേരം, കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടയ്പ്പാൻ കർത്താവേ നീയല്ല ആരുമില്ല. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടയ്പ്പാൻ കർത്താവേ
കർത്താവേ നീയല്ല ആരുമില്ല. കർത്താവില്ലേ? കർത്താവില്ലേ? സന്തോഷമാണോ? എല്ലാ ടെൻഷനും വിട്ട്, എല്ലാ പിരിമുറുക്കം വിട്ട്, ഒന്ന് ഫ്രീ ആയിട്ട് അടുത്തിരിക്കുന്ന 2-3 പേരോട് മുഖത്ത് നോക്കി ചിരിച്ച് സന്തോഷത്തോടെ കർത്താവുണ്ട് ഒന്ന് പറഞ്ഞേ. ഞാൻ എന്ന് ശ്രദ്ധിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ചിലരുടെ ജീവിതത്തിലെ അവസാന പിടിവള്ളിയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവും? അത് ആത്മാവിൽ സെൻസ് ചെയ്തിട്ടായി കർത്താവ് എന്നോട് പറയുന്നേ, ചിലർ തകർന്നിന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നാളെ എന്താകും എന്ന് കരുതി വന്നിട്ടുണ്ട്. അവരോട് നിന്റെ വാക്ക് ചാട്ടുളി പോലെ ഒരു അരുളപ്പാടാ. പറ, കർത്താവ് നിന്റെ കൂടെയുണ്ട്, കർത്താവ് നിന്റെ കൂടെയുണ്ട്, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആരുമില്ലെങ്കിലും വേണ്ടെന്ന്, കർത്താവ് നിന്റെ കൂടെയുണ്ട്. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. യഹോവ എന്റെ കൂടെയുണ്ട്, ദൈവം എന്റെ കൂടെയുണ്ട്. കർമ്മികർച്ച് നല്ലൊരു ഹല്ലേലൂയ പറ. പക്ഷേ പൗലോസിനെ, വാക്തത്വമുള്ള പൗലോസിനെ അനുഭവിച്ച അനുഭവം നമ്മൾ പറയേ എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയില്ലേ? എന്താണ് ആ ലെവലായിരുന്നു. വാക്തത്വമുള്ള പൗലോസ് അനുഭവിച്ച പിന്നീടുള്ള കഷ്ടത എന്ന് പറയുന്നത് അങ്ങേ അറ്റമായിരുന്നു. അങ്ങേ അറ്റം. അതെന്താ? വായിച്ചേ, വേഗം വായിച്ചോ, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 27:4 ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 4-ാം വാക്യം കുറിച്ചു വെക്കണം, നോട്ട് ചെയ്യണം. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി, കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിനെ മറപറ്റി ഓടി. കിലിക്കിയ കാറ്റ് എക്സ്ട്രീം ലെവല്, ഭക്തത്വമുള്ളവനെതിരെ അടിച്ച കാറ്റിന്റെ എക്സ്ട്രീം ലെവല് ഞാൻ നിങ്ങളോട് പറയാം. 1, പ്രതികൂലമായ കാറ്റ് തനിക്ക് നേരെ അടിച്ചു. 2, 27-ാമത്തെ വാക്യം. പിന്നെ ഞങ്ങൾ കാറ്റ് എന്ത് ചെയ്യാൽ? സമ്മതിക്കായികയാൽ. 27-13-ാമത്തെ വാക്യം. തെക്കൻ കാറ്റ് മന്ദമായി വീശുകയാൽ. 27-14-ാമത്തെ വാക്യം. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കാറ്റ്. 27-20-ാമത്തെ വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയും നക്ഷത്രങ്ങളെ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ വല്ലാത്ത എന്ത് കൊടുങ്കാറ്റ്. ശ്രദ്ധിച്ചേ, പ്രതികൂലത്തിന്റെ കാറ്റ്, സമ്മതിക്കാത്ത കാറ്റ്, തെക്കൻ കാറ്റ്, ഈശാനമൂലൻ എന്ന കാറ്റ്, വല്ലാത്ത കൊടുങ്കാറ്റ്. എക്സ്ട്രീം ലെവൽ. ഒരു ദൈവദാസന്റെ വാക്തത്വമുള്ളവന്റെ നേരെ അടിച്ച അങ്ങേ അറ്റം അടിച്ച കാറ്റ്. ഈ കാറ്റ് ഇത്രയും അടിച്ചപ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ അറിയാതെ ഒരു പദം വായിൽ വന്നു. 27-20-ാമത്തെ വാക്യം കുറിച്ചു വെച്ചോ. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ച് ഇരിക്കയാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നും രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും എന്ത് ചെയ്തു? ദൈവമക്കളെ, ആ ഭക്തന്റെ നേരെ അടിച്ച 5 കാറ്റുകൾ, അവൻ പ്രതികൂലത്തിന്റെ കാറ്റുകൾ, പ്രതിസന്ധിയുടെ കാറ്റുകൾ തനിക്കെതിരെ അടിച്ചപ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ ഇനി തന്റെ 1-2 വാക്കെന്ന് പറയാ. ഞാൻ ആര് വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനദി. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുന്നിലേക്കാഞ്ഞ് പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ നേരെ ഓടുന്നു. അവൻ എന്ന് പറഞ്ഞ പൗലോസ് ഇപ്പൊ പറയുന്നു, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും എന്ത് ചെയ്തു? പറമക്കളെ, ഇനി ഞങ്ങൾ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടത്തില്ല. ഇതിനകത്തുനിന്ന് ഞങ്ങൾക്കൊരു കയറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നില്ല. അത് നിന്റെ അവസാന വാക്കാണെങ്കിൽ ദൈവത്തിന്റെ അവസാന വാക്കതല്ല. നിന്റെ വാക്കതാണെങ്കിൽ എന്റെ തമ്പുരാന്റെ വാക്ക് അവസാന വാക്കതല്ല. ദൈവം പറയുന്ന അവസാന വാക്ക്, മോനെ മോളെ, എനിക്കൊരു കാര്യവും അസാധ്യമില്ല. ഈ പകൽ വിശ്വസിച്ച് തമ്പുരാനെ കരമടിച്ചൊരാമേൻ പറ. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആമേൻ. ഞാൻ എടുത്തു വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യമുണ്ട്, അതൊന്ന് തൊട്ടിട്ട് പേജ് വരാം. ഇത്രയും പ്രതിസന്ധിയുടെ അങ്ങ് എക്സ്ട്രീം ലെവലിൽ നിന്ന ഈ ദൈവദാസൻ
സ്വന്തമായി പറഞ്ഞു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യത്തില്ല? രക്ഷപ്പെടുമെന്നുള്ള ആശ. പറ. രക്ഷപ്പെടില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഒരു വിഷയത്തിലും ഉടഞ്ഞു പോവരുത്, തളർന്നു പോവരുത്. വാക്തത്വമുള്ള നീ ഹൃദയത്തിൽ ക്ഷീണിക്കരുത്. രക്ഷപ്പെടുത്താനാ ഇറക്കിയത്, രക്ഷപ്പെട്ടെടുത്തെന്ന് നിന്നെ കളയാനല്ല ദൈവം നിന്നെ വിളിച്ചത്, രക്ഷപ്പെടുത്താനാ ദൈവം വിളിച്ചേ. ഹല്ലേലൂയ. ഒരു സ്വതന്ത്രം പറ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ദൈവജനത്തിന്റെ ഹൃദയം ഇന്ന് ധൈര്യപ്പെടണം. ഇന്ന് ആരും ഇതിനകത്തുനിന്ന് ക്ഷീണിച്ചു പോവരുത്. ധൈര്യപ്പെട്ട് വേണം പോകാൻ, അല്ലേ? ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. 28:14 കൂടെ വായിപ്പിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വായിപ്പിക്കുന്നേ. 28:14. അവിടെ സഹോദരന്മാരെ കണ്ട്, മോനെ അവസാന വാക്യം മതി. പിന്നെ ഞങ്ങൾ എവിടെയെത്തി? പിന്നെ ഞങ്ങൾ എവിടെയെത്തി? 5 കാറ്റടിച്ചില്ലേ? 5 കാറ്റടിച്ചിട്ടും അവർ എവിടെയെത്തി? റോമിലെത്തി. എല്ലാരും ഒന്ന് പറഞ്ഞേ. പ്രതികൂലത്തിന്റെ എക്സ്ട്രീം ലെവലിൽ കൊണ്ടുപോയിട്ടും അഭിഷിക്തനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചില്ലേ? അങ്ങനെ എത്തിച്ച ദൈവം നിന്നെയും എത്തിക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ എനിക്ക് സമയത്ത് നിർത്തണമെന്നുണ്ട്, അതുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. മോനെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇത്രയും ഒരു ഭക്തന്റെ നേരെ അടിച്ചിട്ടും അവൻ എങ്ങനെ എത്തി? അടുത്തിരിക്കുന്ന ആളോട് എങ്ങനെ എത്തി ഒന്ന് ചോദിച്ചേ. ചോദിക്ക്, കൈ പിടിച്ച് ചോദിക്ക്. നിങ്ങൾ മാത്രം മിണ്ടാതിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അലക്കല്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേ. അടുത്തിരിക്കുന്ന ആട് കൈ പിടിച്ച് ചോദിച്ചേ, എങ്ങനെ എത്തി? ഇത്രയും പ്രതിസന്ധി വന്നിട്ടും എങ്ങനെ എത്തി? ഇത്രയും കഷ്ടതയുടെ എക്സ്ട്രീം ലെവൽ വന്നിട്ടും എങ്ങനെ എത്തി? അവിടെ എത്താനുണ്ടായ 4 കാര്യങ്ങൾ ആവർത്തിച്ചൊരൊറ്റ വാക്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. 27:4, 27:7, 27:13, 27:16 വായിച്ചോ. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകുകയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. ഒന്ന് കുറിച്ചു വെക്കേ. ഇത്ര കാറ്റ് ഞങ്ങൾക്കെതിരെ അടിച്ചിട്ടും ഞങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിയ കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് മറപറ്റാൻ ഒരു കരയുണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു? മറപറ്റി. എന്നാ ഉടയാഞ്ഞ കുഞ്ഞെ? മറയാനൊരു മറവിടം ഉണ്ടായിരുന്നു. ഇനി വായിച്ച അടുത്തത് തെക്കൻ കാറ്റും 27:7. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി. ക്നിദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റു സമ്മതിക്കായികയാൽ ക്രേത്ത ദ്വീപിന്റെ മറപറ്റി. രണ്ടാമത്തെ മറപറ്റി. 3:13 വാക്യം. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് അവർ അവിടെ നങ്കൂരം എടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറപറ്റി. 4:27:16. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി. ഇപ്പൊ എത്ര പ്രാവശ്യം മറപറ്റി? 5 കൊടുങ്കാറ്റടിച്ചപ്പോ 4 പ്രാവശ്യം മറപറ്റി. ഒരു ഹല്ലേലൂയ പറ. ദൂത് മനസ്സിലായില്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ കാറ്റടിക്കാഞ്ഞിട്ടല്ല, ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, ആരും ഇവിടെ ഉടഞ്ഞു പോകാഞ്ഞിട്ടല്ല. ഉടയാതെ ഇന്ന് നീ ഇവിടെ വന്നത് നിനക്ക് മറയാനൊരു മറവിടം ഉണ്ടായതുകൊണ്ട്. അവന്റെ പേര് ഉറക്കെ പറ. ആ മറവിടത്തിന്റെ പേര് പറ. അവന്റെ പേര് ഉറക്കെ വിളിച്ചു പറ. സഭ ഒരുമിച്ചെന്ന് പറ. അവന്റെ പേരത്ര കർത്താവായ യേശു. കർത്താവിനൊരു സ്വതന്ത്രം ചെയ്തേ. ദൈവമക്കളെ, എന്നെ ആമൻ ആഴത്തി ചിന്തിപ്പിച്ച ദൂത് പറയാ. ഇത്രയും കാറ്റടിച്ചിട്ട് പൗലോസേ, നീ എന്നോട് കപ്പൽ ഉടയാഞ്ഞ്, നിന്റെ കപ്പൽ എന്നെ തകരാഞ്ഞ്. പൗലോസ് പറയൂ, അടിച്ച കാറ്റ് ശക്തമാണ്, കാറ്റിന് വേഗതയുണ്ട്, കാറ്റിന് പവറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മറയാൻ ഒരു മറവിടമുണ്ടായി. ദൂത് മനസ്സിലായോ? തകരില്ല പോലെ നീ ഉടയത്തിൽ അഭിഷിക്തനെ, തകരില്ല ദൈവദാസിമാരെ, പിതാവേ മാതാവേ, പറ്റുമെങ്കിൽ കാരമാടി അന്യഭാഷ പറഞ്ഞ് ഇന്ന് മകൻ ആരാധിക്ക്. നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, നിന്റെ ആമൻ ഏതെങ്കിലും ഒരു നിലവാരത്തിലെ പഠിത്തമോ മസൽ പവറുമല്ല. നീ മറയുന്നത് മറവിടമാകുന്ന ക്രിസ്തുവിലാണ്. ഓ താങ്ക് യു ജീസസ്. എവിടെ മറഞ്ഞു? പറയുന്നേ, ക്രിസ്തുവിൽ മറഞ്ഞു. ഞാന് ഈ മറവിടമാകുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോഴൊക്കെ എൻ്റെ അന്തരാത്മാവിൽ പൊങ്ങി വരുന്നൊരു കാര്യം ഞാൻ പറയാം.
ഇസ്രായേൽ മക്കൾ സ്തോത്രം സ്ഥലം വിഭാഗിച്ചു കൊടുത്തപ്പോ അവർക്ക് ഒരു സങ്കേത നഗരം ഉണ്ടായി. 6 7 7 7 സങ്കേത നഗരങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൊലപാതക കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരാള് കൊല്ലാൻ വേണ്ടി വിധിച്ചു കഴിഞ്ഞാൽ അവൻ ഓടി സങ്കേത നഗരത്തിൽ അഭയം പ്രാപിച്ചാൽ അവനെ ആർക്കും കൊല്ലാൻ കഴിയത്തില്ല. ആമേൻ. ആരെങ്കിലും കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെട്ടാൽ കല്ലേറ് കൊണ്ട് ഓടുന്ന വ്യക്തി സങ്കേത നഗരത്തിൽ അഭയം പ്രാപിച്ചാൽ ബൈബിൾ പറയുന്ന കല്ല് നിലത്തിട്ടേക്കണം. പഴയ നിയമത്തിലെ പൂർണ്ണതയുടെ സംഖ്യയായ 7 സങ്കേത നഗരം പുതിയ നിയമത്തിലെ 6 സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാകുന്ന കർത്താവിനെ കാണിക്കുക. നിങ്ങൾക്ക് ദൂത് മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിലെ സങ്കേത നഗരം എങ്ങനെ പുതിയ നിയമത്തിലെ സങ്കേത നഗരമായി കാണിച്ചു തരാം. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആളുകൾ മുന്നോട്ട് കൊണ്ടുവന്ന് കല്ലെറിയുമ്പോൾ ഇതാ നിലത്ത് ഒരു മനുഷ്യൻ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതുകയാണ്. അവരോടിച്ചോടിച്ചവളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവസാന വിധി കർത്താവായി കർത്താവ് അവിടെ നിൽക്കുക. കർത്താവേ, ഗുരു അങ്ങ് പറ. മോശയുടെ പ്രമാണം പറയുന്നു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങെന്ത് പറയുന്നു? കർത്താവ് നിലത്ത് കുനിഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതി, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അതിന് മറുപടി എന്താണെന്നറിയോ? നിങ്ങൾക്ക് തെറ്റുപറ്റി. ഒരു മനുഷ്യൻ ഇനി അവളെ കല്ലെറിയാൻ കഴിയത്തില്ല. അവൾ വന്ന അഭയം പ്രാപിച്ചത് സങ്കേത നഗരത്തിന്റെ പൂർണ്ണതയായ ക്രിസ്തുവിലാണ്. മനസ്സിലായോ ദൈവമക്കളെ? ഞാനും നിങ്ങളും ഇന്നും മറഞ്ഞിരിക്കുന്നത് ആ സങ്കേത നഗരമായ ക്രിസ്തുവിലാണ്. സങ്കീർത്തനത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് 5 മിനിറ്റിനകത്ത് നമുക്ക് നിർത്താം. ഒരു സങ്കീർത്തന ഭാഗം ഒന്ന് നോക്കണം. ആമേൻ. എല്ലാവരും എടുത്തേ. 32-ാം സങ്കീർത്തനം അതിന്റെ 6-8 വാക്യം ഒന്ന് വായിച്ചേ. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ഈ വാക്യം കേട്ടിട്ട് എത്ര പേർക്ക് ഒരു ഹല്ലേലൂയ പറയാൻ തോന്നി? പോരാ. ഞാൻ ചോദിക്കട്ടെ, ആമേൻ. ഞാൻ ഒറ്റക്കല്ലേ ഹല്ലേലൂയ പറയുന്നേ? ഇത്രയും ഈ ആലയം നിറച്ചിരിക്കുന്ന ദൈവജനം ഒരുമിച്ച വചനത്തിനും ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അതൊരു വിടുതലായി വ്യാപരിക്കട്ടില്ലേ? ഒന്ന് ഉറയ്ക്കുമെന്ന് പറഞ്ഞ്, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ മേൽ അടുക്കലോളം എത്തുകയില്ല. ആ വാക്യം ഇങ്ങനെയാണ്, നീതി നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എന്ത് ചെയ്യത്തില്ല? അടുത്തിരിക്കുന്ന ആളോട് എത്തുകയില്ല എന്ന് പറഞ്ഞാൽ എത്തുകയില്ല. വാക്ക് ദൂത് പറ, വചനമായിട്ട് പറ. എത്തുകയില്ല എന്ന് പറഞ്ഞാൽ അത് എത്തുകയില്ല. മോനെ ഡാനി, 90-ന്റെ 1 മോനെ, 90-ന്റെ 1 ആ വാക്യത്തിൽ ഇങ്ങനൊരു പദമുണ്ട്. 90-ാം കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ എന്താകുന്നു? അതിന്റെ അർത്ഥം സങ്കേതമാകുന്നു. അതിന്റെ അർത്ഥം നീ ഞങ്ങൾക്ക് മറവിടമാണ്. ഞാനിങ്ങനെ, കർത്താവേ, നീ തലമുറയായി. എൻ്റെ അപ്പന് നീ മറവിടമായിരുന്നു, എനിക്ക് നീ മറവിടമാണ്. എൻ്റെ അടുത്ത തലമുറക്ക് നീ മറവിടമാണ്. അങ്ങനെയാണെങ്കിൽ ദൂത് പറയുമ്പോൾ ഒരുമിച്ച് രാമൻ പറ. എൻ്റെ 10 തലമുറ നിന്നെ സേവിക്കാൻ ഇറങ്ങിയാലും തലമുറയായി അങ്ങ് ഞങ്ങൾക്ക് സങ്കേതമാണ്. ഒരു തലമുറ കൊണ്ട് നിന്റെ മറവിടം മാറുകയില്ല. ഒരു തലമുറ കൊണ്ട് നിന്റെ സങ്കേതം വിട്ടുപോകയില്ല. ഹല്ലേലൂയ.
മോനെ, അതിന്റെ രണ്ടാമത്തെ വാക്യം വിട്ട്, നീ എനിക്ക് മറവിടം എപ്പോഴൊക്കെ പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും എന്റെ ദൈവമാകുന്നു. അത് വെച്ചാൽ പർവ്വതങ്ങൾ ഉണ്ടായതിലും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപ് നീ എന്റെ മറവിടം. കുന്നുകൾ മാറിപ്പോകും, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും. എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. നിന്റെ ദയ എന്നെ വിട്ട് മാറുകയില്ല. എന്റെ പൊന്ന് ദൈവമക്കളെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാ, പറ്റുമെങ്കിൽ ഒരു സ്തോത്രം ചെയ്യണേ. എത്ര രാജ്യങ്ങൾ മാപ്പിനകത്തൊന്ന് പോയില്ലേ? ഹലോ, വേൾഡ് മാപ്പില്ലേ? അതിനകത്ത് ചില രാജ്യങ്ങൾ ഇല്ലെന്ന് ഇല്ല, പോയി, അറിഞ്ഞില്ലേ? ചിലതൊക്കെ പോയി, വെള്ളത്തിൽ മൂടിപ്പോയി. പണ്ടത്തെ മാപ്പിനകത്ത് ചില രാജ്യമില്ല, രാജകൊട്ടാരങ്ങളില്ല. ഉണ്ടോ? പല രാജകൊട്ടാരങ്ങളും ഇന്ന് ഭൂമിയിലില്ല, രാജാക്കന്മാർ ഇന്ന് ഭൂമിയിലില്ല. പക്ഷെ അനാദിയായും ശാശ്വതമായും ഈ ദൈവം നമ്മുടെ ദൈവമാണ്. നിന്റെ കാല് കല്ല് തട്ടിപ്പോകാൻ എന്റെ തമ്പുരാൻ അനുവദിക്കയില്ല. നിന്റെ പാദങ്ങൾ ഇടറാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. കരം തട്ടി ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. ആമേൻ, സ്തോത്രം. ഞാൻ 27-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം, 31-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത്തെ വാക്യം, എന്നിട്ട് മുന്നേ സങ്കീർത്തനം 27:5 അനർത്ഥ ദിവസത്തിൽ, വേഗം വിട്ടോ, 27 അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അനർത്ഥം വരട്ടെ, ദൈവം നിന്നെ മറക്കും. അനർത്ഥം വരട്ടെ, ദൈവം നിന്നെ മറക്കും. ഒരു ഹല്ലേലൂയ പറ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. മറവിൽ എന്നെ മറക്കും. പാറമേൽ എന്നെ ഉയർത്തും. മറച്ചുയർത്തുന്ന ദൈവം. ഓ, തൂത് മനസ്സിലായോ? നിന്നെ മറച്ചുയർത്തുന്ന ദൈവം തിരുനിവാസത്തിൽ നിന്നെ മറക്കും. കൂടാരത്തിൽ അവൻ നിന്നെ വസിക്കുമാറാക്കും. കരമടിച്ച ദൈവത്തിന് നന്ദി പറ. നീ ഉടയാതിരിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, നിനക്ക് മറയാൻ ഒരു മറവിടമുണ്ട്. ഞാൻ ഒരു ദൈവദാസന്റെ അനുഭവ സാക്ഷ്യം ഞാൻ കോട്ട് ചെയ്ത് പറയാം. എന്താണ്, ഏതാണ്, എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, സാക്ഷ്യം പറയാം. പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അനിയും ഉണ്ടാവും. ഒരു ദൈവദാസൻ ഒരു രാത്രിയിലെ ഒരു വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞ് ഇറങ്ങി. ആമേൻ. രാത്രി 10 മണിയായി, അല്പം വൈകിപ്പോയി. അവിടുന്ന് ബൈക്കിന് ചർച്ചിൻ്റെ സെക്രട്ടറിനെയും കൊണ്ട് ബൈക്കിനകത്ത് കയറി വന്ന വഴി മാറിപ്പോയി. ആ ദൈവദാസൻ വേറെ വഴിക്ക് ഒരു വനാന്തരത്തിലൂടെ കറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ 15 മിനിറ്റ് കൊണ്ടെത്തിയത് 45 മിനിറ്റ് കൊണ്ടാണ് വീട്ടിലെത്തിയത്. അവരൊരുമിച്ച് പറഞ്ഞു, നമ്മൾ ഒത്തിരി കറങ്ങിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും വീട്ടിലെത്തി. ആശ്വസിച്ചു. 2-3 ദിവസം കഴിഞ്ഞൊരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു പ്രവാചകനായ ദൈവദാസൻ അന്ന് അവിടെ വന്നു. ആ മനുഷ്യൻ ഈ ദൈവദാസന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറയുക, ഇത്രാം തീയതി ഇന്ന ദിവസം രാത്രിയിൽ നീ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോ നിന്റെ തല കൊയ്യാൻ ആയുധധാരികൾ പാതി വഴിയിൽ പതിയിരുന്നപ്പോൾ നിന്റെ കണ്ണുകെട്ടി വഴിമാറ്റി മറച്ച് ഞാൻ നിന്നെ വീട്ടിലെത്തിച്ചു. ഗ്ലോറി. ആമേൻ. ഈ ദൈവദാസൻ വഴി താമസിച്ചല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ ആ ദൂത് വീഴുന്ന സെക്രട്ടറിക്ക് അറിയാം. 2 പേരും കൂടി ഒരുമിച്ച് മുട്ടുമടക്കി കർത്താവേ എന്ന് വിളിച്ചപ്പോൾ ജനക്കൂട്ടത്തിന്റെ നടുവിൽ 2500 പേർക്ക് നടുവിൽ ഒരു മനുഷ്യൻ അങ്ങ് ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു സെക്കൻഡ്, എന്താ? ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 32 പേർ ആയുധം ധരിച്ച്
ഈ മനുഷ്യനെ വകവരുത്താൻ കാത്തിരുന്നു. പക്ഷേ ഈ മനുഷ്യനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലും ഞങ്ങൾ കണ്ടില്ല, എവിടെ പോയെന്ന് കണ്ടില്ല. ഇതറിയാനാ ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഈ ദൈവം ജീവനുള്ള ദൈവമാ, ഇവൻ മറക്കുന്ന ദൈവമാ, ഇവൻ പരിപാലിക്കുന്ന ദൈവമാ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ, ആത്മാവ് ഞാൻ പറയുന്നു, ഒരനർത്ഥം നിനക്ക് വരട്ടെ, ഒരു വിഷയം വരട്ടെ, അതിന്റെ നടുവിൽ ദൈവം നിന്നെ മറച്ചു. സ്തോത്രം. ഒരനർത്ഥം വന്നാൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? മറക്കും. ദൈവം മറക്കും. പിന്നെ ഏതാ വായിച്ച മോനെ? 31:20. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന്. നിനക്കെതിരെ ആരെങ്കിലും കൂട്ടുകെട്ടുണ്ടോ? നിനക്ക് എതിരെ ആരെങ്കിലും രഹസ്യമായിട്ട് രഹസ്യ സങ്കേതത്തിനകത്തിരുന്ന് നിനക്കും നിന്റെ കുടുംബത്തിനും നിനക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുന്നുണ്ടോ? വായിച്ചോ. ആമൻ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന് മറവിൽ എന്ത് ചെയ്യും? മറക്കും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ, നിനക്കെതിരെയുള്ള കൂട്ടുകെട്ട് മുഴുവൻ പൊളിക്കും ദൈവം. ഒരു ഹല്ലേലൂയ പറ. നിനക്ക് വിരോധമായുള്ള കൂട്ടുകെട്ട് ദൈവം പൊളിച്ചെഴുതും. ആരോടാന്ന് എനിക്കറിയില്ല. കർത്താവ് വിര ചൂണ്ടാൻ പറയുന്നു. നിനക്കെതിരെയുള്ള കൂട്ടുകെട്ട് ഇന്ന് പകൽ ദൈവം പൊളിക്കും. അത് എത്ര ഉന്നതനാണേലും, അത് എത്ര അധികാരമുള്ളവനാണേലും, അത് എത്ര ഭയങ്കരനാണേലും, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, ആ കൂട്ടുകെട്ടുകൾ ഇന്ന് പകൽ ദൈവം പൊളിക്കാൻ പോകുക. ആ കൂട്ടുകെട്ടുകളെ ദൈവം ഇന്ന് പകൽ ആമേൻ മറിച്ചു മാറ്റാൻ പോകുക. 91:1 വായിക്കുന്നേ, അത്യുന്നതന്റെ മറവിൽ വസിക്കയും. എന്താ പൗലോസേ? കാറ്റിന് വേഗതയില്ലേ? നിനക്കെതിരെ അടിച്ച കാറ്റിന് ശക്തിയില്ലേ? പൗലോസ് പറയും, പ്രതികൂലത്തിന്റെ കാറ്റും കൊടുങ്കാറ്റും ഈശാന മൂലനൊക്കെ നിസ്സാര കാറ്റാണോ? വലുതല്ലേ? പക്ഷേ ഞങ്ങൾക്ക് മറയാൻ ഒന്നുണ്ടായി. അത്യുന്നതന്റെ മറവ്. എല്ലാരും പറയുന്നേ, അത്യുന്നതന്റെ ഞങ്ങൾ മറഞ്ഞു. ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പതൻ ആരാമിൽ നിന്ന് യാക്കോബ് പുറപ്പെടുമ്പോൾ യാക്കോബിനെ തകർക്കാൻ ലാബാൻ പുറകെയുണ്ട്. ഒരു കുന്നിന്റെ ഇങ്ങേ കരയിൽ ലാബാനും കുടുംബവും, ഇപ്പുറത്ത് യാക്കോബും. നടുവിലേക്ക് ദൈവം ഇറങ്ങിയിട്ട് പറഞ്ഞു, ലാബാനെ, എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമാവട്ടെ ദോഷമാവട്ടെ ഒന്നും ചെയ്യരുത്. ദൈവം നിന്നെ മറക്കുക മാത്രമല്ല, ദൈവം ചിലർക്ക് കൽപ്പന കൊടുക്കും, തൊട്ടുപോകരുത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ എന്നും പറയുന്നതാ, ഇന്ന് ഒന്നുകൂടി പറയാം. ഈ ദൂതിന്റെ ആവർത്തനമാ. കടലിങ്ങനെ അടിക്കുക. ലോകത്ത് വെള്ളം എന്തോരമുണ്ട്? 3/1 കര. ബാക്കി മുഴുവൻ എന്താ? സമുദ്രം. മക്കളെ, 3/1 എന്തുള്ളൂ? പറയുന്നേ പറ. 3/1 ഉള്ളു കര. ഇത് വന്നിട്ടേ ഈ പശു പുല്ല് നക്കുന്ന പോലെ നക്കാനേ ഉള്ളൂ ഈ ഭൂമിയെ വെള്ളത്തിന്. എന്നിട്ട് എന്നെ ഇത്ര നൂറ്റാണ്ടായിട്ട് ഇങ്ങോട്ട് വരാത്തെ തമ്പുരാനെ ഒരു വര വരച്ചു. എന്നിട്ട് വരച്ചിട്ട് പോയില്ല. അവനിങ്ങനെ പറഞ്ഞു, അവൻ അലയടിക്കുന്ന സമുദ്രത്തിന് ഒരാത്രി കൽപ്പിച്ചു. എന്നിട്ട് സമുദ്രത്തെ നോക്കി പറഞ്ഞു, നിന്റെ ശക്തിയും നിന്റെ ഹുങ്കാരവും ഇവിടം വരെ വരാം, ആതിരി കടക്കരുത്. സ്വത്രം പറയാൻ പറ്റുമോ? ആതിരി കൽപ്പിച്ച ദൈവം നിനക്ക് ഒരു മറവിടമായി ഇന്നുണ്ട്. മറവിടമായി ദൈവമുണ്ട്. പത്രോസിനെ നോക്കി യേശു പറഞ്ഞു, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റേണ്ടതിന്. ഗോതമ്പ് പാറ്റുന്നത് പോലെ. എന്നോട് ചോദിച്ചു, പക്ഷെ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിക്കും. അതിനെതിരെ കാറ്റടിച്ചാൽ അവൻ നിന്നെ മറക്കും.